da da sa sa ni pa pa. Ma pa da 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 sa ni sa. Ga ma da ni sa. Ga ma da ni sa. അഴകേ അഴകേ നീയാണാടാ അഴക് അഴകേ അഴകേ എന്ന് പറഞ്ഞ അവൻ വന്നേ. Hello guys, welcome back to my YouTube channel and welcome back to yet another episode from my life. കൊച്ചുവിനിപ്പോൾ 3 വയസ്സാവുന്നു. ഈ 3 വർഷത്തിൽ ആദ്യമായിട്ടാണ് കൊച്ചു മുരിങ്ങയ്ക്ക ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ മുരിങ്ങയ്ക്കയിൽ ഫസ്റ്റ് ടേസ്റ്റിന് തന്നെ ആൾക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. അതെങ്ങനെയാണ് കടിച്ച് വലിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ പിന്നെ ആൾക്ക് തനിയെ കയ്യിൽ വെച്ച് കഴിക്കാനായി ഇഷ്ടം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സമ്മറാണോ അതോ മഴക്കാലമാണോ എന്ന് കൺഫ്യൂഷൻ അടിക്കുമല്ലേ. ചിലപ്പോൾ ഭയങ്കര വെയിൽ, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു മഴ. അങ്ങനെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ ക്ലൈമറ്റ് അല്ലേ. ഈ അൺസർട്ടനിറ്റീസിലും വാട്ട് കീപ്സ് മൈ സ്കിൻ പ്രൊട്ടക്റ്റഡ് പറഞ്ഞു തരട്ടെ. അത് പ്രോപ്പർ ആൻഡ് കൺസിസ്റ്റന്റ് യൂസ് ഓഫ് സൺസ്ക്രീൻ ആണ്. ഏതെങ്കിലും സൺസ്ക്രീൻ അല്ല കേട്ടോ, പ്യുവർ ഒറിജിൻ്റെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. നിങ്ങൾ ഈ ഒട്ടിപ്പിടിക്കുന്നതും ഭയങ്കര ഗ്രീസി ആയിട്ടുള്ളതും അതുപോലെ വൈറ്റ് കാസ്റ്റ് ഒക്കെ തരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്ത് മടുത്തിരിക്കുവാണോ? ആണെങ്കിൽ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ പ്യുവർ ഒറിജിൻ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ. ദിസ് ഹാസ് SPF 50 PA+++++. പിന്നെ എന്ത് വേണം? ഈ ഒരു സമ്മറിൻ്റെ UV ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ ഇത്തരം പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ നമ്മുടെ സ്കിന്നിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊട്ടും സ്റ്റിക്കിയല്ല, നമ്മുടെ സ്കിന്നിന് ഓയിലി ആക്കില്ല, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് തരില്ല. എന്ത് ടൈപ്പ് സ്കിൻ ആണെങ്കിലും സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും, ഒരു പ്രശ്നവും ഇല്ല. ഇതിൻ്റെ അകത്ത് പോട്ടന്റ് ആന്റി ഓക്സിഡന്റ് ആയ വൈറ്റമിൻ സി ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫേഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇത് സ്കിന്നിന് പ്രൊട്ടക്ഷൻ മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ സ്കിന്നും അതിന് ശേഷമുള്ള ഒന്ന് കണ്ടു നോക്കി. സൺ പ്രൊട്ടക്ഷനും സ്കിൻ ബ്രൈറ്റനിങ്ങും കൂടി ചേർന്ന ഒരു ഒറ്റ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് വൺ യു ക്യാൻ ഗെറ്റ് കേട്ടോ. സേ ഗുഡ് ബൈ ടു വൈറ്റ് കാസ്റ്റ് ആൻഡ് ഹലോ ടു ഗ്ലോയിങ് പ്രൊട്ടക്റ്റഡ് സ്കിൻ. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി എവിടെ നിന്നാണ് ഈ സൺസ്ക്രീൻ വാങ്ങിക്കണം എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, പർപ്പിൾ തുടങ്ങിയ സൈറ്റ്സിലെല്ലാം ഇത് അവൈലബിൾ ആണ്. പ്യുവർ ഒറിജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കാൻ നേരത്ത് എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും. സോ ഡോണ്ട് ഫർഗെറ്റ്. But this sunscreen is everything that your skin needs. Okay? Trust me, you'll love it. അപ്പോൾ സമയം കളയണ്ട, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടേത് വേഗം പർച്ചേസ് ചെയ്തോളൂ. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും, പിന്നെ ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എന്തായാലും എനിക്ക് റാഡോയെ കുളിപ്പിച്ചേ മതിയാവുള്ളായിരുന്നു കേട്ടോ. അവൻ കുറച്ചധികം ഡേർട്ടി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം മഴ പെയ്താലും സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കുളിപ്പിച്ചോടെ. ഇതിനിടയ്ക്ക് ഇങ്ങനെ വെയിൽ, കാർമേഘം മാറി മാറി വന്നു പോകുന്നുണ്ടെങ്കിലും ബേസിക്കലി ഒരു തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തണുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ബോഡി ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടി കുറച്ച് ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പം ഡൈജഷൻ്റെ സമയത്ത് ബോഡി സ്വന്തമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് മഴ പിന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി നിൽക്കുവാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഡോഗ്സിനൊക്കെ ഒന്ന് തുറന്നു വിട്ടു കേട്ടോ കളിക്കാനായിട്ട്. Charlie. Buffy. Hello, Buffy. Hello, Buffy.
വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര തവണയാണ് മഴ പെയ്യാൻ വരുന്നത് പിന്നെ പോകുന്നത് അങ്ങനെയൊക്കെ. ഈ മഴ വരുമ്പം ഹെസിറ്റൻ്റ് ആവുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹസ്കീസിനും റിട്രീവറിനൊക്കെ അണ്ടർ കോട്ട് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ നനഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ പിന്നെ മെനക്കെട്ട പണിയാണ് ബ്ലോവറൊക്കെ യൂസ് ചെയ്ത് പിന്നെ നമ്മൾ ഉണക്കിയൊക്കെ എടുക്കണം. പക്ഷേ എന്തോ ഒരു ധൈര്യത്തിലാണ് ഞാൻ അവരെ തുറന്നു വിട്ടത് കേട്ടോ. അപ്പോൾ അവരുടെ പ്ലേ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് അവർ കൂട്ടിലൊക്കെ കയറി. എനിക്ക് നന്ദുവിന് കുറച്ച് മെഡിസിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണമായിരുന്നു, അതും കഴിഞ്ഞു. എൻസോയ് ലൈക്കയൊക്കെ മഴയാണെങ്കിലും ഒക്കെ നമുക്ക് തുറന്നു വിടാൻ പറ്റും. അതൊക്കെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ലൈക്കയുടെ ചെവിയുടെ അറ്റത്തൊരു മുറിവുണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്ന് എനിക്ക് മെഡിസിൻ ഇട്ട് കൊടുക്കണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു കോഫി ടൈമായി കേട്ടോ. നമ്മുടെ ചിച്ചുവിനെ ആൾക്കാർ എപ്പോഴും അന്വേഷിക്കും. അവളില്ലാത്ത വീഡിയോയിൽ കറക്റ്റ് അവൾ എവിടെ പോയി, എന്ത് പറ്റി എന്നൊക്കെ അന്വേഷിക്കും. എന്നാൽ അവളുള്ള വീഡിയോയിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ചിച്ചുവിൻ്റെ സ്ഥിരം അന്വേഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത്. അവളുടെ ഒരു നല്ലൊരു ചിരിക്കുന്നൊരു വീഡിയോ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എനിക്ക് ഈ ഡോഗ്സിൻ്റെ ഒക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആശമ്മ കൊച്ചുബേബിയുടെ കൂടെ എൻ്റർടൈനിങ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി ചെയ്യാനുള്ളത് റെഗുലർ ക്ലീനിങ് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പോൾ സാധാരണ ഡയറക്റ്റ് പോയി കഴുകി ഇറക്കലാണ് പതിവ് തറയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് വലയും കൂടെ അടിച്ചേക്കാമെന്ന്. ഒരു വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. വാക്യൂം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എത്ര നമ്മൾ വല അടിച്ചാലും വീണ്ടും എട്ടുകാലി വരും, വല കെട്ടും. എന്തായാലും പണ്ടേ അമ്മൂമ്മയൊക്കെ പറയും വീട്ടിൽ വല വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ വരത്തില്ല, ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ വരും. നമ്മൾ ജസ്റ്റ് വലയൊക്കെ അടിച്ച് വീടൊക്കെ തൂത്തു ഉടച്ച് ഡീക്ലട്ടറിങ് എന്ന് പറയില്ലേ, പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളയുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ വരും. അമ്മയും പറയും അമ്മൂമ്മയും പറയും കേട്ടോ. എൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര കറക്റ്റാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വീടൊക്കെ ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് വലയൊക്കെ തട്ടി വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ മാറ്റി ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാക്കി മിനിമലായിട്ട് വീട്ടിൽ സാധനങ്ങൾ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഹോൾഡായി കിടക്കുന്ന പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് വരാണ്ട് കുറേ നാളിരിക്കുകയാണെങ്കിൽ ഒരു വർക്ക് പുതിയതായിട്ട് വരും. ഇതൊക്കെ എനിക്കും കുറച്ച് വിശ്വാസമുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു അനുഭവമോ അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ സെയിം രീതിയിൽ തോന്നാറുണ്ടോ എന്നുള്ളത് ഈ വീഡിയോയിൽ പറയണേ എന്നോട്. ഇന്നിപ്പോൾ ഈ കഴുകി ഇറക്കുന്ന വെള്ളം കൂടുതലും ഒരു ഡാർക്ക് ബ്രൗൺ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വല അടിച്ചേക്കല്ലേ. അപ്പോൾ ആ വല അടിച്ച പൊടിയൊക്കെ തറയിൽ കിടക്കുവാണ്. അപ്പോൾ അത് മിക്സായി വരുന്നതുകൊണ്ടാണ് ഇത്രയും ഡേർട്ടി ആയിട്ട് തോന്നുന്നത്. നോർമലി ഫ്ലോർ അത്ര ഡേർട്ടി ആവാറില്ല കേട്ടോ. പിന്നെ എന്തിനാ ഈ കഴുകി ഇറക്കുന്നതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഡോഗ്സ് ഉള്ളത് കൊണ്ട് ഈ ഫർ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ അത് വാക്യൂം ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൂത്തോണ്ടിരിക്കുമ്പം ഈ ഫർ ഇങ്ങനെ പറന്ന് പറന്ന് പോയി വീണ്ടും അവിടെ തന്നെ വന്ന് വീഴും. നമ്മൾ തൂക്കും തോറും ഇതിങ്ങനെ ലൈറ്റ് വെയിറ്റ് സാധനമല്ലേ, ഫുള്ള് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് കറങ്ങി നടക്കും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഈ രോമം തറയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ കഴുകി കൊണ്ട് കളയുമ്പോഴത്തേക്കും ഫൈനായിട്ട് എല്ലാ രോമവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഹാപ്പിക്ക് ഒട്ടും ഷെഡിങ് ഇല്ല. ഇതിൽ ഷെഡിങ് വരുന്നത് ചാർലിക്ക്, റാഡോയ്ക്ക്, ബർഫിക്ക്, നൈലക്കൊക്കെയാണ്, ഷോർട്ട് കോട്ട്സിനൊക്കെയാണ് ഇത് വരുന്നത്. എന്തായാലും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോഗ്സിന് ലോഷൻ അലർജിയാണ്. നമ്മുടെ ഡോഗ്സ് എന്നല്ല, എല്ലാ ഡോഗ്സിനും ലോഷൻ അലർജി ആയിരിക്കും. അപ്പം നമ്മൾ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഷൻ അങ്ങനെ അവിടെ തറയിൽ ഇങ്ങനെ ഒരു വിഴുവിഴാന്ന് കിടക്കും. നമ്മൾ കഴുകി ഇറക്കുമ്പോഴത്തേക്കും ഫൈനായിട്ട് വെള്ളം മൊത്തം പോയി തറയൊക്കെ നല്ല സൂപ്പർ ഡ്രൈ ആവും. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു വന്നു. മോള് നല്ല ഉറക്കമായിരുന്നു. ഞാൻ വീണ്ടും ബ്ലാക്ക് തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാട് ബ്ലാക്ക് ഡ്രസ്സുണ്ട്. ഞാൻ ബ്ലാക്ക് ഒക്കെ ഇട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് അരുളും ബ്ലാക്ക് ഇട്ട് വന്നേക്കുന്നു. ഞങ്ങൾ ഒട്ടും പറഞ്ഞിട്ടല്ല ചെയ്തത്. ഈ വീഡിയോയിൽ നിങ്ങൾ ഇനി കാണുമ്പോൾ മനസ്സിലാക്കും കേട്ടോ. ഇനി ഇതിൽ ഒരുപാട് പേര് വരുവേ. എല്ലാവരും ബ്ലാക്ക് ഇട്ടിട്ടാണ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സംഭവിച്ചൊരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാതെ. ഞാനിപ്പോൾ ഹാപ്പിയുടെ കണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ്. സമ്മർ സീസൺ തുടങ്ങുമ്പോഴേ ഡോഗ്സിന് ഈ കണ്ണിൽ പീള കെട്ടുന്നത് കൂടും. അപ്പം നമ്മൾ റെഗുലർലി ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിൽ പെർഫിക്കും നൈലയ്ക്കൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല, ചാർലിക്കും അങ്ങനത്തെ പ്രശ്നമില്ല. റാഡോ, എൻസോ, ലൈക്ക, ഹാപ്പി ഇവർക്കൊക്കെയാണ് ഈ കണ്ണിൽ ഇങ്ങനത്തെ ഇഷ്യൂ കൂടുതലും വരുന്നത്. നോർമലി അർജുൻ ചേട്ടനാണ് ഫുഡ് കൊടുക്കുന്നത്. അതിനിപ്പോൾ ഷൂട്ടുള്ള ദിവസമാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞ് വന്ന് മെനക്കെട്ട് അർജുൻ ചേട്ടൻ നിന്ന് ഡോഗ്സിന് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ദിവസം എനിക്ക് അറിയാൻ പറ്റും അർജുൻ ചേട്ടന് കൂടുതലും, അതായത് വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. അതായത് ഒരു ദിവസം തന്നെ ചിലപ്പം 17 ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്യിപ്പിച്ച് സീനൊക്കെ എടുക്കും. അപ്പം അത് അത്യാവശ്യം നല്ല ടയറിങ് ആണ്. ഈ ഓരോ പ്രാവശ്യം ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത്, ഫാൻ ഇല്ലാണ്ട് നിൽക്കുന്നത്, രാവിലെ തൊട്ട് രാത്രി വരെ
അത്യാവശ്യം നല്ല ഹെക്റ്റിക് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഇപ്പോൾ കൊടുക്കുന്ന ഒരു മീറ്റും എനിക്ക് അത്യാവശ്യം അത്രയും അറപ്പ് തോന്നിക്കുന്ന ഒരു ഇതുമല്ല, ഐറ്റമല്ല. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല കൊടുക്കാൻ. അപ്പം ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഹാപ്പി ഇങ്ങനെയാണ് കേട്ടോ, മുഖത്തും മീശയിലും താടിയിലും ഒക്കെ അങ്ങ് ആക്കിക്കളയാം. അപ്പം അവനെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കേണ്ടി വരും. അനു ഉള്ളപ്പം അനു കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പം അനു ഹാപ്പിയെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തോളാം എന്ന് പറഞ്ഞു. ആശമ്മതായ ഒരു സമയം കൊണ്ട് നന്ദുവിൻ്റെ ഫുഡ് വെക്കുവാണ്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പടപടേന്ന് കഴിയും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന അത്രയും ടൈം എടുക്കില്ല. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഒത്തിരി ടൈം എടുക്കുന്നത്. പക്ഷെ അർജുൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യം ഒറ്റയ്ക്ക് നല്ല സ്പീഡിൽ ചെയ്യും. അത് ഓരോരുത്തരുടെ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ജോലി എനിക്ക് ഒരിക്കലും ഭയങ്കര സ്പീഡിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നല്ല ടൈം എടുക്കും. പക്ഷെ അർജുൻ ചേട്ടൻ ഭയങ്കര ഫാസ്റ്റാണ് എല്ലാ കാര്യങ്ങളും. ഞാനൊരു 4 പേരും കൂടെ ചെയ്യുന്നത് അത്രയും ടൈമേ അർജുൻ ചേട്ടൻ ഒറ്റയ്ക്ക് എടുക്കത്തുള്ളൂ. ബർഫി, നൈല, റാഡോ ഇവരൊക്കെ പപ്പീസ് അല്ലേ. അപ്പം ഫുഡ് കഴിക്കാൻ നേരത്ത് ചിലപ്പോൾ ആക്സിഡൻ്റലി നമ്മുടെ കയ്യിലൊക്കെ കടിക്കും കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ തട്ട് കൊട്ടൊക്കെ കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. കാരണം ഹസ്കിക്കാണെങ്കിലും 320 PSI എന്തോ ഉണ്ട് ബൈറ്റ് ഫോഴ്സ്. നമുക്ക് കയ്യിൽ കടി കിട്ടിയതായിരിക്കും. അപ്പം അത് ഇപ്പോഴേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അർജുൻ ചേട്ടനാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അത് റെയിൻഫോഴ്സ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പവുമാണ്. ഇന്നത്തെ ഹെക്റ്റിക് ഷൂട്ട് കഴിഞ്ഞിട്ട് അർജുൻ ചേട്ടൻ എന്താ ഇപ്പം വരുന്നേ ഉള്ളൂ. അർജുൻ ചേട്ടൻ വരുന്നതിന് മുന്നേ ഫുഡൊക്കെ കൊടുത്ത് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ തീർന്നില്ല. ഇനി എൻസോയ്ക്കും ലൈക്കും കൂടെ ഫുഡ് കൊടുക്കാൻ ബാക്കിയുണ്ട്. ഉണ്ടോ, ഒരാൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നതിന് പകരം അപ്പം തന്നെ അടുത്ത ജോലിയിലോട്ട് പോവാണ്. എനിക്കറിയാം അർജുൻ ചേട്ടൻ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കില്ല, അടുത്ത ജോലിയിലോട്ട് ഉടനെ പോകും. ബാക്കിയുള്ള ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുത്ത് അറിഞ്ഞിട്ട് നേരെ നന്ദുവിന് ഫുഡ് കൊടുക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അർജുൻ ചേട്ടൻ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് അകത്ത് കയറിയ ടൈം കൊണ്ട് ഞാൻ ലൈക്കയ്ക്കും എൻസോയ്ക്കും കൂടെ ഫുഡ് കൊടുത്ത് ഫിനിഷ് ചെയ്തു. ഹാവ് യു സീൻ എ ഡോഗ് ദാറ്റ് ലുക്സ് ലൈക്ക് എ വാരിയർ ആൻഡ് കഡിൽസ് ലൈക്ക് എ ബേബി? അത് ഡോഗോ അർജന്റീനോ ആണ്. വളരെ പവർഫുൾ ആണ്, മസ്കുലർ ആണ്, പക്ഷെ ജെന്റിലും ആണ് വിത്ത് ദ പീപ്പിൾ ദേ ലവ്. ഈ ഒരു ബ്രീഡ് സ്പെഷ്യലി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ബിഗ് ഗെയിം ഹണ്ടിങ്ങിനാണ് കേട്ടോ. പക്ഷെ ഡോണ്ട് ബി ഫൂൾഡ് ബൈ ദ ടഫ് ലുക്ക്. വീട്ടിൽ അവരുടെ സോഫ്റ്റസ്റ്റ് സൈഡ് ആയിരിക്കും കാണിക്കുന്നത്. അവരുടെ വൈറ്റ് കോട്ട്, അത്ലറ്റിക് ബോഡി, ഷാർപ്പ് ഇൻസ്റ്റിങ്സ് ഒക്കെ മറ്റ് ബ്രീഡ്സിൽ നിന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇവർക്ക് കുറേ എനർജി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സ്പേസ് വേണം, നല്ല ട്രെയിനിങ് വേണം, ഒരുപാട് എക്സസൈസും വേണം. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ? ദേ ആർ എക്സ്ട്രീംലി ലോയൽ ആൻഡ് വൺസ് ദേ ബോണ്ട് വിത്ത് യു ഇറ്റ്സ് ഫോർ എവർ. പക്ഷെ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, ഡോഗോ അർജന്റീനോ ഇസ് നോട്ട് ഫോർ എവ്രി വൺ. But for the right person, it's a lifetime of unconditional love. നിങ്ങളോടെല്ലാവരോടും ഞാൻ നമ്മുടെ പുതിയ സീരിയൽ ടോം ആൻഡ് ജെസ്സി കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് നല്ല കമൻസ് ഒക്കെ എൻ്റെ വീഡിയോയുടെ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു ദിവസമാണ് നമ്മുടെ അളിയൻ സീരീസിലൂടെ ടോം ആൻഡ് ജെസ്സി സീരീസിന്റെ സോഫ്റ്റ് ലോഞ്ച് നടക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസത്തിന്റെ വിഷ്വലാണ് ഈ കാണുന്നത് കേട്ടോ. അർജുൻ ചേട്ടൻ ഇപ്പൊ കാണുവാണ് ആ സീരീസ്. ഒരു വർക്ക് എന്ന് പറയുമ്പം അത് ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടാണ്. ഡയറക്ടർ, ആക്ടേഴ്സ്, അസിസ്റ്റൻസ്, അതിൻ്റെ അകത്തുള്ള പ്രൊഡക്ഷൻ ബോയ്സ്, അങ്ങനെ ഒത്തിരി പേരുടെ ഹാർഡ് വർക്കാണ് ഒരു വർക്കായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒത്തിരി ഒരു ട്രെൻഡ് പോലെ കണ്ടു. ചുമ്മാ ഒരു എപ്പിസോഡ് പോലും കാണാതെ വെറുതെ നെഗറ്റീവ് പറയുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അത്രമാത്രം ഒന്നും ഒരു ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യാൻ മാത്രമൊന്നും അതിൻ്റെ അകത്ത് മോശമായിട്ടൊന്നുമില്ല. വളരെ കണ്ടിരിക്കാൻ പറ്റുന്ന എൻ്റർടൈനിങ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആയിരുന്നു ഇതുവരെയായിട്ടും വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിന്നും എനിക്കതാണ് മനസ്സിലായത്. നിങ്ങൾ ഇനിയും കൂടുതൽ ആ സീരീസിനെ സപ്പോർട്ട് ചെയ്യണം. കുറച്ച് നല്ല കമൻസ് ഒക്കെ ഇട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വീഡിയോയിൽ പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ബ്ലാക്ക് ആണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തിട്ടതല്ല, പക്ഷെ അതെങ്ങനെയോ സംഭവിച്ചതാണ്. ഇപ്പൊ വന്ന ആളാണ് ശംഭു. ശംഭുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയുടെയും അല്ലെങ്കിൽ സീരീസിന്റെയും എക്സൈറ്റിംഗ് അല്ലെങ്കിൽ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കാര്യം അതങ്ങ് പൊട്ടിക്കും കേട്ടോ പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ ശംഭു അടുത്ത് വന്നിരുന്നാലേ ടെൻഷനാണ്. ക്ലൈമാക്സ് പറഞ്ഞു കളയോ, സസ്പെൻസ് പൊളിക്കോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ബ്ലാക്ക് കോഡ് തെറ്റിക്കാനായിട്ട് ആകെ അശോക് ഒരു ബ്ലൂ ഇട്ട് വന്നിട്ടുണ്ട്. അശോക് എപ്പോൾ വന്നാലും ചുണ്ടലും
കോണും ഇല്ലേ, മസാല കോണും കൊണ്ടുവരും. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആറ്റുമല്ല താമസിക്കുന്നത്. അപ്പം മണക്കാടിലൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അതിങ്ങനെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുമ്പോഴല്ലോ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര വൈബാണ്. ഈവനിങ് ആയി കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, അർജുൻ ചേട്ടൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് വന്ന് ഭയങ്കര ലൈവ്ലി ആയിരിക്കും കേട്ടോ. നമ്മുടെ വീട് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് നൈറ്റ് ടൈമാണ്, പകലിനെക്കാട്ടിലും. Getting some quality time with friends and family is one of the most underrated forms of therapy, അല്ലേ? നമ്മുടെ ഈ ഡെയിലി ലൈഫ്, ബിസി ലൈഫൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും കുറേ ഡെഡ് ലൈൻസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ ടു ഡു ലിസ്റ്റിലെ അത് തീരുന്നേ ഇല്ല ടു ഡു ലിസ്റ്റ്. അപ്പം നമ്മൾ ഈ പലപ്പോഴും ഈ ഒരു സെഷൻ നമുക്ക് തരുന്ന ഒരു ഹീലിംഗ് പവർ അത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഒരു മീൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഫെൽറ്റ് കോൺവെർസേഷനിലായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ കൂടെ നിന്ന് എന്തെങ്കിലും സംസാരിച്ച് ചിരിക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഗെയിം കളിക്കുന്നത്, ഇപ്പോൾ ഈ കാർഡ്സ് കളിക്കുന്നത് പോലെ തന്നെ. ഇതൊക്കെ ഭയങ്കര ഒരു തെറാപ്പിയാണ്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഹീലായി പോകും. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീലിങ്ങും നമുക്ക് വരും. ഇത് ഒരു സേഫ് സ്പേസ് ആണ് ടു ബി യുവർ സെൽഫ്. ഇവിടെ ആരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല, ഒരു പ്രഷറും. ഇങ്ങനെയുള്ള ലിറ്റിൽ മൊമെന്റ്സിന് എന്താണ് എക്സ്പെൻസ് ഉള്ളത്? ഒരു എക്സ്പെൻസും ഇല്ല. ഈ ഒരു പ്രസൻസ് ഉണ്ടല്ലോ ആൾക്കാരുടെ, അതാണ് ഇവിടെ ഏറ്റവും എക്സ്പെൻസീവും പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അതാണ് കേട്ടോ. സറൗണ്ടഡ് ബൈ ഗുഡ് പീപ്പിൾ, അതുപോലെ കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി ആവശ്യം. നോർമലി കുറച്ച് ടൈം ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നൈറ്റ് ഡോഗ്സിനെ കൊണ്ട് വാക്ക് ചെയ്യാൻ പോകാറുണ്ട് എല്ലാവരും കൂടി. ഞങ്ങൾക്കും ഒരു എക്സസൈസ് ആവും, ഡോഗ്സിനും വളരെ ഇഷ്ടമാണ് ഞങ്ങളുടെ കൂടെ ആ ഒരു നൈറ്റ് വാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും റിഫ്രഷിംഗ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഒരു ഡേ വൈൻഡ് അപ്പ് ചെയ്യുന്നതേ, കുറേ സ്ക്രീൻ ടൈം ആയിക്കോട്ടെ, കുറേ ബഹളങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഡേ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഈ ഒരു വാക്കിലൂടെ ആകുമ്പോഴത്തേക്കും എന്തോ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വാക്കിൽ നിന്ന് കിട്ടാറുണ്ട്. സോ ഓൺ ദാറ്റ് നോട്ട് ഐ തോട്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. I hope you guys enjoyed watching this vlog and hear me talk to you guys. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. Love you guys so much. See you next time. Bye.